വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ക്ഷേത്രം, അതാണ് ഈ ശ്രീ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. മേഴ്ച്ചലിനടുത്ത് അത്തുവള്ളി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മുഴുവൻ ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് ഈ സ്ഥലം ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. ഈ അമ്പലത്തിനും ദക്ഷിണകാശി എന്നാ പറയുന്നത്. ഇനി നമ്മൾ പിന്നീട് കാണിക്കുന്ന അമ്പലങ്ങൾക്കെല്ലാം പറയുന്നത് ദക്ഷിണകാശി എന്നാണ്. ശ്രീ ശങ്കരാചാര്യർ ഇവിടെ വന്നിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പഴയ അമ്പലം ഉണ്ടായിരുന്നതെന്നും ഒക്കെ പറയപ്പെടുന്നു. ഈ അമ്പലത്തിനെ കുറിച്ച് വലിയ അറിവൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ ഒതുങ്ങിയ ഒരു സ്ഥലത്താണ്. ആ കാണുന്ന ഒരു സ്കൂളാണേ, അതും തോന്നുന്നില്ല സ്കൂളുണ്ടെന്ന്. ഇവിടെ ജനവാസം ഉണ്ടെന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നുന്നില്ല. ഭക്തരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ആളനക്കവേ ഇല്ല. അങ്ങനെ ശാന്തമായിട്ടൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് ഒരു ഗോശാലയും അതിന്റെ അപ്പുറത്ത് ഒരു സ്കൂളും അതിന്റെ ഇപ്പുറത്താണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസും എല്ലാം ഉണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അത്രയും വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് നർമ്മദാ നദിയിൽ നിന്നും കൊണ്ടുവന്നതാണ്. അല്ലാതെ ഇങ്ങനെ പോളിഷ് ചെയ്തൊന്നും ഉപയോഗിക്കുന്നതൊന്നുമല്ല. നർമ്മദാ നദിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതാണ്. ആ ശിവലിംഗത്തിന്റെ മുകളിലാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഒരു പാടുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് ശ്രീ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം എന്ന പേര് വന്നത്. ശ്രീകോവിലിനടുത്ത് തന്നെ എല്ലാ ദൈവങ്ങളുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ശിവനോടൊപ്പം തന്നെ വിഷ്ണുവുമുണ്ട്. അവർ രണ്ടല്ല എന്ന് വിളിച്ചോതാൻ വേണ്ടിയുള്ളതാണ്. ഈ കാണുന്നതാണെങ്കിൽ ഇവിടുത്തെ സ്കൂളിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രമാണ്. ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. ആ സ്കൂളിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്രമുണ്ട്. സരസ്വതി ക്ഷേത്രവും മറ്റു ക്ഷേത്രങ്ങളും കുഞ്ഞുങ്ങൾക്ക് തൊഴുത് വെച്ചിരുന്നു പഠിക്കാനും ഒക്കെ ആയിട്ട്. ഒരുപാട് കൊത്തുപണികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇത് ഒരു സ്കൂളിനോടനുബന്ധിച്ചല്ലേ, അപ്പോൾ ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു തടസ്സവും വരാത്ത രീതിയിലാണ് ഇവരിങ്ങനെ ഉത്സവം കൊണ്ടാടുന്നത്. ഇവിടെ ഒരു വലിയ കുളം കണ്ടു. കുളത്തിന്റെ നടുവ് മത്സ്യകന്യകയാൻ തോന്നുന്നു. ആ മത്സ്യകന്യകയുടെ രൂപവും കണ്ട് വലിയൊരു കൊടിമരവും ഉണ്ട്. വളരെ നല്ലൊരു അമ്പലമാണ്. ക്ഷിപ്രപ്രസാദിയായ ഭഗവാനാണ് ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ. ഏതാഗ്രഹം ചോദിച്ചാലും സാധിക്കും അത്രേ. നമ്മൾ അപ്പോഴൊന്നും ഓർക്കത്തില്ലല്ലോ അമ്പലത്തിൽ ചെല്ലുമ്പോൾ. ഇതാണ് അങ്ങോട്ടുള്ള ഗോപുരനട. ഓർക്കുന്നവർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചു നോക്കൂ. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞ് ഏത് ആഗ്രഹവും സാധിച്ചു തരും അത്രേ. ഇവിടെ തന്നെ നവഗ്രഹ പൂജ നടത്താനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല പ്രസാദത്തിന് നല്ല രുചിയാണ് ഈ അമ്പലത്തിലെ. പൂജ നടത്തി കഴിഞ്ഞിട്ട് പോലും തിരുമേനിമാർ പൈസ ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല. ശക്തിക്കൊത്ത വഴിപാടുകളൊക്കെ ചെയ്യുക. ഓം നമ ശിവായ. ഓം ഉമാ മഹേശ്വരായ നമ.